ഇനി വെയ്യാണ് നടക്കാൻ വിശന്നിട്ട് തല ഇറങ്ങുന്നു. ബിരിയാണിയുടെ മണം. ആ ശരിയാ, ബിരിയാണിയുടെ മണം. എനിക്ക് വിശക്കുന്നതാ. എടാ ഈ വീട്ടിൽ നടാ മണം വരുന്ന കഴിച്ചാലാ പരിചയമില്ലാത്ത സ്ഥലമാ. കുണ്ടി അടിച്ച് പൊളിക്കവര്. കുണ്ടി പൊളിച്ചാൽ എന്താണ്, നമുക്ക് ബിരിയാണി കിട്ടത്തില്ലേ? എനിക്ക് ബിരിയാണി വേണം. നീ ഒന്ന് പൊരുത്തപ്പെട്ടു, ഞാനൊന്ന് ആലോചിക്കട്ടെ. അറബിയുടെ ഉടുപ്പ്. എടാ ഒരു വഴിയുണ്ട്, കട്ടയ്ക്ക് കൂടെ വയ്ക്കാവോ? കട്ടള പോലെ നിൽക്കും ഞാൻ. എന്നാ വാ. അറബിയോ? ഹായ് മമ്മ, മനസ്സിലായോ? ഇവിടുത്തെ ആളുടെ ഗൾഫിലെ അറബാബാ. അൽഫാം, ഫലൂഡ, കുനാഫ, അൽ ഖത്തർ എയർവേസ്. നമ്മുടെ ആഷിഖിന്റെ അറബാടാ. വാടാ, ആദ്യമായിട്ട് വീട്ടിലൊരു അറബി വരുന്നത്. ഈദ് മുബാറക്. ഈദ് മുബാറക്. അതിനാണല്ലോ വന്നത്. സുബ്ഹാനല്ലാ. വാ കഴിക്ക് ഷേക്ക്. കരിക്ക് ഷേക്കാ. അന്ന് എനിക്ക് 2 എണ്ണം. എനിക്ക് മധുരം വേണ്ട, ഷുഗർ കട്ട. ചിക്കൻ വെന്തില്ല. ചിക്കൻ വെന്തില്ല എന്ന് പറഞ്ഞാൽ അറബിയിലൊരു ഡിഷാണ്. അതിന്റെ അതേ ടേസ്റ്റ് എന്ന് പറയായിരുന്നല്ലേ? ഷേഖിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ പണ്ട് തൊട്ടുള്ള സംശയം, അവിടുത്തെ രാജാവാരാണ്? ഞാൻ ചോദിക്കാം. ഷേഖിന്റെ പേരെന്തുവാ? ഗോപു നായർ. ഗോപു നായരോ? അറബിയിൽ എവിടാ നായര്? ഗൾഫിലെ നായർ കുടുംബത്തിൽപ്പെട്ടതാ. ഷേഖിന്റെ അച്ഛനൊക്കെ ഭയങ്കര നായരാ. സ്വന്തമായിട്ട് ഇല്ലൊക്കെ ഉണ്ട് ഇല്ലേ ഷേഖ്? കരിക്ക് ഷേക്ക് വന്നില്ലേ? ഷേഖേ, നമ്മുടെ അജ്മൽ ഗൾഫിൽ സുഖമാണോ? മാഷാ അല്ലാ, അജ്മൽ സുകുമാ അല്ലാ. ഇവിടുത്തെ അജ്മലിന് പരമസുഖമാണെന്ന് അറബി പറഞ്ഞത്. ഏത് അജ്മൽ? ഇവിടെ ആപ്പാട് ഗൾഫിലുള്ളത് ആശിക്ക. എണീരാ, അങ്ങോട്ട് ഒരച്ച് കഴിടാ. കഴിവാണ. വല്ല അമ്പലത്തിലും പോയി കഴിച്ചാൽ മതിയായിരുന്നു.